2024 scheme BTech Group A and B Chemistry for Information and Electrical സയൻസിലെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓരോ മൊഡ്യൂളിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ആണ് ഡിസ്കഷൻ നടത്തുന്നത്. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇല്ലാത്തതിനാൽ KTU മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചില്ലേ, അതിനനുസരിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതേപോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റെഫറൻസ് ഇലക്ട്രോഡ്? മെൻഷൻ എനി 2 എക്സാമ്പിൾസ്. റെഫറൻസ് ഇലക്ട്രോഡ് നമുക്കറിയാം, അതിൻ്റെ വാല്യൂ നോൺ വാല്യൂ ആയിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുന്ന ഇലക്ട്രോഡ്സിനെയാണ് എന്ത് പറയുന്നത്, റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഷീ എന്ന് പറയുന്ന ഇലക്ട്രോഡ്, അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, ലാബിൽ ചെയ്യുക. നീറ്റായിട്ട് ഡയഗ്രാം വരച്ചോളുക, ലാബിൽ ചെയ്തോളുക, എന്നെങ്കിൽ മാത്രമേ കറക്റ്റ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ദെൻ കമ്പയർ ബിറ്റ്വീൻ ഇലക്ട്രോകെമിക്കൽ ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽസ്. ഇതും കുറേ പ്രാവശ്യം പറഞ്ഞതും ഒക്കെയാണ്. ടേബിൾ വരച്ച് തന്നെ കമ്പാരിസൺ കൊടുത്തോളൂ. ഓരോ പോയിൻ്റ് വൈസ് ആയിട്ട് കമ്പാരിസൺ ചെയ്യാം. ഡെഫിനിഷനൊക്കെ ഇതിൽ തന്നെയുണ്ട്. ദെൻ ഡിസ്കസ് അൾട്രാ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഓഫ് കോപ്പർ ബൈ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്. ഈ കോപ്പറിൻ്റെ പ്യൂരിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് പ്രോസസ് വഴി. അതിൻ്റെ ഡെഫിനിഷനും വിത്ത് ഡയഗ്രാമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്യുവർ ആയിട്ടുള്ള കോപ്പറിനെ കാഥോഡായിട്ടും ഇംപ്യൂർ കോപ്പറിനെ ആനോഡായിട്ട് എടുക്കുന്നു. അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ദെൻ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറെല്ലാം പ്യുവറായിട്ട് നമുക്ക് അതിനെ മാറ്റി എടുക്കാം. ഡയഗ്രാമാണ്. ദെൻ നെക്സ്റ്റ്, സ്കെച്ച് എ നീറ്റ് ഡയഗ്രാം ഓഫ് കലോമൽ ഇലക്ട്രോഡ്. കലോമൽ ഇലക്ട്രോഡിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇതിൽ സാച്ചുറേറ്റഡ് പൊട്ടാഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂ മാറുന്നത്. ദെൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് സിയുടെ ക്വസ്റ്റ്യനായിട്ട്, മോഡൽ ക്വസ്റ്റ്യനായിട്ട്, കലോമൽ ഇലക്ട്രോഡിൽ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറാന്നുള്ളത്. അതും കലോമൽ ഇലക്ട്രോഡ് എക്സ്പ്ലനേഷൻ ചെയ്ത സമയത്ത് അതിൽ കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്നും പഠിച്ച് വെക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ലിഥിയം അയോൺ സെൽ. വിത്ത് ഡയഗ്രായിട്ട് എക്സ്പ്ലനേഷൻ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം. ഇതിലും റിയാക്ഷൻസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് റിയാക്ഷൻസ്, പവറിങ് റിയാക്ഷൻസ്, അതൊക്കെ കൊടുത്ത് വിത്ത് ഡയഗ്രാം ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. ഡയഗ്രാം ഉള്ള വേറെ വീഡിയോ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ലിഥിയം അയൺ സെൽ. അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് 2-3 ആപ്ലിക്കേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക, എന്നിട്ട് അതിനെ ഇലാബറേഷൻ ചെയ്ത് എഴുതുക. ദെൻ മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഗാൽവാനിക് ആൻഡ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്താണെന്ന് പറയാം, ഗാൽവാനിക് സീരീസ് എന്താണെന്ന് പറയാം. 2 കോളം വരച്ചൊക്കെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ വാട്ട് ഈസ് ഇലക്ട്രോലൈസ് പ്ലേറ്റിംഗ്? എക്സാമ്പിൾസ്. ഇലക്ട്രോലൈസ് പ്ലേറ്റിങ്ങിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇലക്ട്രോലൈസ് പ്ലേറ്റിങ്ങിലെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം ഇവിടെ ആഡ് ചെയ്യാൻ. ഇവിടെ ഇലക്ട്രോലൈസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പറാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് ജനറലി ആയിട്ടുള്ള മാർക്കിനനുസരിച്ച്, എത്ര മാർക്കാണുള്ളത് ആ മാർക്കിനനുസരിച്ചിട്ട് ജനറൽ സ്റ്റെപ്സ് ഉണ്ട് ഇലക്ട്രോലൈസ് പ്ലേറ്റിങ്ങിൻ്റെ, അത് ഇതിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാൻസ് ഉള്ളത്. കുറേ ഇലക്ട്രോഡ്സ്, അതിൻ്റെ pH ഡിറ്റർമിനേഷൻ, EMF ഡിറ്റർമിനേഷനൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചോളണം. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക. പാസ് മാർക്ക് എന്തായാലും കിട്ടും. ഇത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പാസ് മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ പ്രോബ്ലംസ്, നോൺ സ്റ്റിക്കേഷൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അത് പഠിച്ച് തന്നെ അത് ചെയ്തു. എന്തായാലും 1-2 ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം, ന്യൂമറിക്കൽസ് ബേസ്ഡ് ഓൺ നോൺ സ്റ്റിക്കേഷൻ്റെ ഡെറിവേഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ അത് വേറെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്.
അതുകൊണ്ട് അതൊക്കെ പഠിച്ചിട്ട് തന്നെ പോയിക്കോളാം കേട്ടോ. നെക്സ്റ്റ് മൊഡ്യൂൾ 2 മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. ഇതിലാണ് നമ്മൾ കുറച്ച് ന്യൂ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. നാനോ മെറ്റീരിയൽസ്, പോളിമേഴ്സ്, ഗ്രാഫീൻ, ഫുള്ളറിൻ, സ്പിൻട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നോബൽ പ്രൈസ്ഡ് കിട്ടിയിരിക്കുന്നത്, അതായത് 2007, 2002, 2005, 7, 10 ഈ ഇയേഴ്സിലൊക്കെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ടോപ്പിക്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്ററാണിത്. ഈ സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളൊക്കെ മെയിനായിട്ട് പറയുന്നത്. കാരണം ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ ടെക്നിക്സ്, മെറ്റീരിയൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനും അതേപോലെ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, അതായത് എൻജിനീയറിംഗ് ഫീൽഡിലുള്ള, ടെക്നോളജി ഫീൽഡിലുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയോ ടോപ്പിക്സിനെയോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അതിലൊന്നാണ് നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിക്കോണം. നാനോ മെറ്റീരിയൽസ് ആർ മെറ്റീരിയൽസ് ഹൂസ് characteristics length scale lies within the nanometric range, that is 1 to 100 nanometers, at least one dimension. Nanomaterials that are naturally occurring, examples volcanic ash, soot from forest fire, or are the incidental byproduct of combustion process, example welding, diesel engines. ഇതാണ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. 1 to 100 നാനോമെട്രിക് റേഞ്ചിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ 1 to 100 നാനോമെട്രിക് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയുന്നത്, നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള നാനോ മെറ്റീരിയൽസും ഉണ്ട്, അതേപോലെ ഇൻസിഡൻറ്റൽ ബൈ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്ന നാനോ മെറ്റീരിയൽസും ഉണ്ട്. നാച്ചുറലി ഒക്കറിങ്ങിന് എക്സാമ്പിൾസാണ് വോൾക്കാനിക് ആഷ്, സൂട്ട് ഫ്രം ഫോറസ്റ്റ് ഫയർ. അതേപോലെ ഇൻസിഡൻറ്റൽ ബൈ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത് വെൽഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കാണാമല്ലോ, ഇൻഡസ്ട്രീസിലൊക്കെ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പാർക്കിങ് വരുന്നത്, അതിലുള്ള സൂട്ട്സ്, അതിലുള്ള മെറ്റീരിയൽസൊക്കെ എന്താണ്, നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾസാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. ഈ ക്ലാസിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിനായിട്ട് 2 ടൈപ്സ് ക്ലാസിഫിക്കേഷനാണുള്ളത്. ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ ഈസിയാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആണ്. ഈ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 0 ഡയമെൻഷൻ 0D നമുക്ക് മെൻഷൻ ചെയ്യാം, 1 ഡയമെൻഷൻ 1D, 2 ഡയമെൻഷൻ 2D, 3 ഡയമെൻഷൻ 3D. ഈ 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ all the 3 dimensions are within nanometric range. നാനോ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ ഡോട്ട് വേണമെങ്കിൽ വരച്ചിട്ട് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാ 3 ഡയമെൻഷനും, ഒരു പാർട്ടിക്കിളിൻ്റെ 3 ഡയമെൻഷനും നാനോമെട്രിക് റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്, 0 ഡയമെൻഷനൽ നാനോ പാർട്ടിക്കിൾസ് ഓർ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡോട്ട് വരയ്ക്കുക, നാനോ പാർട്ടിക്കിൾസിൻ്റെ ജസ്റ്റ് ഡോട്ട് വരച്ച് കഴിഞ്ഞാൽ അത് ഇതിന് എക്സാമ്പിളായി. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോട്ട്സ് വരച്ചിട്ട് എക്സാമ്പിൾ കൊടുക്കുക കേട്ടോ. ദെൻ 1 ഡയമെൻഷനൽ nanomaterials means here one of the dimensions is outside nanometric range. ഏതെങ്കിലും ഒരെണ്ണം എന്താണ് നാനോമെട്രിക് റേഞ്ചിൽ ഔട്ട്സൈഡ് ആയിരിക്കും. നാനോ വയർ, ഒരു വയർ പോലെ ഇങ്ങനെ 2-3 വയറുകൾ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വരച്ച് വയർ പോലെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 1 ഡയമെൻഷനാണ്. ഏതെങ്കിലും ഒരെണ്ണം എന്താണ് ഔട്ട് ഓഫ് നാനോമെട്രിക് റേഞ്ചിലുള്ളതാണ് എന്ത്, 1 ഡയമെൻഷനൽ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ 2 ഡയമെൻഷനൽ 2D എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഹിയർ 2 ഓഫ് ദ ഡയമെൻഷൻസ് ആർ ഔട്ട്സൈഡ് നാനോമെട്രിക് റേഞ്ച്. ഏതെങ്കിലും 2 എണ്ണം നാനോമെട്രിക് റേഞ്ചിന് ഔട്ട്സൈഡ് ആയിരിക്കും. എക്സാമ്പിൾ നാനോ ഫിലിം, ഒരു പേപ്പർ പോലെ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ അതെന്താണ്, നാനോ ഫിലിമിന് എക്സാമ്പിൾ മീൻസ് 2 ഡയമെൻഷനൽ നാനോ ഫിലിമിന് എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് ഒരു പേപ്പർ പോലെ ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി. ദെൻ 3 ഡയമെൻഷനൽ 3D. ഹിയർ ഓൾ ദ 3 ഡയമെൻഷൻസ് ആർ ഔട്ട്സൈഡ് നാനോമെട്രിക് റേഞ്ച്. ഈ 3 ഡയമെൻഷൻസും നാനോമെട്രിക് റേഞ്ചിന് ഔട്ട്സൈഡ് ആണെങ്കിൽ എക്സാമ്പിൾ ബണ്ടിൽസ് ഓഫ് നാനോ വയേഴ്സിൻ്റെ ബണ്ടിൽസ്, ഒരു റൂബിക്സ് ക്യൂബിനൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനത്തെ ഒരു ക്യൂബ് പോലത്തെ സ്ട്രക്ചർ എന്താണ്, 3 ഡയമെൻഷനൽ നാനോമെട്രിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസാണ്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഈസിയാണ്, പഠിക്കാനും സിമ്പിളാണ്.
ദെൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്, അത് ഈ നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ബേസിൽ നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. ഫസ്റ്റ് വൺ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താ, കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലീസ് ഓഫ് കാർബൺ മോളിക്യൂൾസ് ലൈക്ക് കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറിൻസ്, ഗ്രാഫീൻസ് ആൻഡ് കാർബൺ നാനോ വയേഴ്സ്. ഇതിലൊക്കെ എന്തുണ്ട്, കാർബണിൻ്റെ കണ്ടൻറ് ഉണ്ട്. കാർബൺ കൊണ്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആർ നോൺ ആസ് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. ദെൻ സെക്കൻഡ് വൺ മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. മെറ്റൽസിൻ്റെ പ്രസൻസ്, അതായത് ടൈറ്റാനിയമോ അങ്ങനത്തെ ഏതെങ്കിലും സിൽവറോ ഗോൾഡൊക്കെ കൊണ്ടുള്ള നാനോ മെറ്റീരിയൽസ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. ദെൻ നാനോ കോമ്പോസിറ്റ്സ്. നാനോ കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോർമലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇൻകോപ്പറേറ്റ് നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ടു എ മാട്രിക്സ് ഓഫ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ്. ഏതെങ്കിലും സ്റ്റാൻഡേർഡ് മെട്രിക്സുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് കോമ്പിനേഷനാണ്. ഒരു നോർമലി ആയിട്ടുള്ള മെറ്റീരിയലും സ്റ്റാൻഡേർഡ് മെറ്റീരിയലും തമ്മിലുള്ള കോമ്പിനേഷൻ, ലൈക്ക് പോളിമറായിട്ട് കോമ്പിനേഷൻ ചെയ്യാം. നോർമലി ആയിട്ടുള്ള മെറ്റീരിയൽസ് പോളിമറായിട്ടാവാം, ഓർഗാനിക്കായിട്ടാവാം. ഇങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്ന നാനോ മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്, നാനോ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നാനോ പോളിമേഴ്സ്. നാനോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർ നാനോ പോളിമേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ഡെൻഡ്രൈമേഴ്സ്. These are nano-sized polymers formed from branched units. A dendrimer is a tree-like molecule with defined cavities and can hide molecules in their cavities. Dendrimers are used for drug delivery. Like ഒരു ട്രീയുടെ ബ്രാഞ്ചസ് ആയിട്ട് തോന്നിക്കുന്ന സ്ട്രക്ചറാണ് എന്ത്, ഡെൻഡ്രൈമേഴ്സ് എന്ന് പറയുന്നത്. ഈ നാനോ പോളിമേഴ്സോ ഡെൻഡ്രൈമേഴ്സ് മെയിൻലി പോളിമേഴ്സാണ്. ഇതെന്തിനാണ്, ഡ്രഗിനെ ഡെലിവറി ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്, നാനോ പോളിമേഴ്സാണ്. ദെൻ ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ്. Biological nanomaterials, as the name indicated, nanomaterials are of biological origin and are used for the nanotechnological applications like DNA nanoparticles, nanostructure, peptides. ഇതൊക്കെ നമ്മളെ ലിവിങ് തിങ്സിൻ്റെ ഇൻസൈഡായിട്ട് കാണുന്ന നാനോ പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയുന്നത്, ബയോളജിക്കൽ നാനോ പാർട്ടിക്കിൾസ്. ദേ ആർ ബയോളജിക്കൽ ഒറിജിൻ ആയിരിക്കും. DNA-യിൽ, RNA-യിൽ, പെപ്റ്റൈഡ് ബോർഡിലൊക്കെ കാണുന്ന നാനോ പാർട്ടിക്കിൾസാണ് എന്ത്, ബയോളജിക്കൽ നാനോ പാർട്ടിക്കിൾസ്. ഇത്രയാണ് നാനോ പാർട്ടിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. ഒന്നാമത്തത് കാർബൺ ഉള്ളതിനെ, രണ്ടാമത്തത് മെറ്റൽ പ്രസൻറ്റ് ചെയ്തത്. ദെൻ നാനോ കോമ്പോസിറ്റ്സ്, ദാറ്റ് മീൻസ് നാനോ മീൻസ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ദെൻ നാനോ പോളിമേഴ്സ്, പോളിമറുള്ള നാനോ മെറ്റീരിയൽസ്, ബയോളജിക്കൽ ഒറിജിൻ. ഇത്രയാണ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദെയർ മെറ്റീരിയൽസ്. ഓക്കെ, ദെൻ സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്. Synthesis of nanoparticles. There are many methods available for synthesis of nanoparticles. Physical methods includes laser ablation, splattering techniques, etc. Some chemical methods are discussed below. നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് കെമിക്കൽ സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസും ഹൈഡ്രോളിസിസ് ഒക്കെയാണ്, റിഡക്ഷൻ സിന്തസിസ് ഒക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കെമിക്കൽ സിന്തസിസ്, അതിൽ ഫസ്റ്റ് ഹൈഡ്രോളിസിസ് ആണ്. നാനോ പാർട്ടിക്കിൾസ് ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ദെയർ ആൽക്കോക്സൈഡ് സൊല്യൂഷൻ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് നാനോ പാർട്ടിക്കിൾസ് ഓഫ് സിലിക്ക, ടൈറ്റാനിയ, അലൂമിനിയം ആർ പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. വിച്ച് മീൻസ് ഒരു ഹൈഡ്രോളിസിസ് പ്രോസസ്സാണ്. മെറ്റൽ ഓക്സൈഡിനെ അതിൻ്റെ ഓഫ് ദെയർ ആൽക്കോക്സൈഡ് സൊല്യൂഷൻ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷനിൽ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നാനോ പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയുന്നത്, ഈ ഹൈഡ്രോളിസിസ് മെത്തേഡിൽ കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നത്. എക്സാമ്പിൾസ് സിലിക്ക, ഇൻഡസ്ട്രിയലി ഓർ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലിക്ക, SiO2, ടൈറ്റാനിയ, TiO2, അലൂമിനിയ, Al2O3, ഇതൊക്കെ എന്താണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ആണ്. ഇവയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, ഹൈഡ്രോളിസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് by the hydrolysis of their alkoxide solution under controlled conditions. ഈ മെറ്റൽ ഓക്സൈഡ്, അതായത് സിലിക്കയുടെയോ ടൈറ്റാനിയത്തിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ മെറ്റൽ ഓക്സൈഡിനെ അവയുടെ ആൽക്കോക്സൈഡ് സൊല്യൂഷൻസിനെ കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന
നാനോ പാർട്ടിക്കിൾസ് ആണ് എന്ത് ഈ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ അതിൻ്റെ സോൾജൽ മെത്തേഡ് കം അണ്ടർ ദിസ് കാറ്റഗറി. സോൾജൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നെയ്മഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ ഒരു റിയാക്ഷനും കൂടെ ഇവിടെ ഒന്ന് പഠിച്ചിരുന്നുള്ള. TiO4 4 times plus 2H2O gives TiO2 plus 4ROH. ടൈറ്റാനിയത്തിൻ്റെ ആൽക്കോക്സൈഡായ TiOR 4 times അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു, TiO2 നമുക്ക് കിട്ടുന്നു. ഓക്കെ, ദെൻ സോൾജൽ മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. Sol-gel method for the preparation of nanomaterials. Sol-gel method involves the phase transformation of sol into gel. Sol എന്ന് പറഞ്ഞാൽ എന്താ? Solid in liquid. Gel എന്ന് പറഞ്ഞാൽ liquid in. A sol is a colored system of solid nanoparticles dispersed in liquid, while a gel is a colored system of liquid droplets dispersed in solid nanoparticles. രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൊളോയിഡ്സ് ആണ്. സോൾ എന്ന് പറഞ്ഞാൽ സോളിഡ് ഇൻ ലിക്വിഡ് നാനോ പാർട്ടിക്കിൾസ് ആണ്. ദെൻ ജെൽ എന്ന് പറഞ്ഞാൽ കൊളോയിഡ് സിസ്റ്റം ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് നാനോ പാർട്ടിക്കിൾസ്. ഹിയർ ഹൈഡ്രോളിസിസ് ഓഫ് മെറ്റൽ ആൽക്കോക്സൈഡ് പ്രൊഡ്യൂസസ് എ സോൾ അറ്റ് എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് pH. ഇവിടെ മെറ്റൽ ആൽക്കോക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് മെറ്റലിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആണോ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ മെറ്റൽ ആൽക്കോക്സൈഡ് എടുക്കുന്നു, അതിനെ സ്യൂട്ടബിൾ കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ടെമ്പറേച്ചറും pHഉം അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കണം. ഇൻ ഓർഡർ ടു റിമൂവ് ദ ഇംപ്യൂരിറ്റീസ് ഇൻ ദി സോൾ, ഇറ്റ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ജെൽ ബൈ ചേഞ്ചിങ് pH ആൻഡ് ടെമ്പറേച്ചർ. ഫസ്റ്റ് നമുക്കൊരു സോളാണ് കിട്ടുന്നത്. ആ സോളിലുള്ള ഇംപ്യൂരിറ്റീസ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ജെല്ലാക്കി മാറ്റുക ചെയ്യുന്നത്. എങ്ങനെയാണ്? അതിൻ്റെ pHഉം ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്തുകൊണ്ട് ആ സോളിനെ ജെല്ലാക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അതിലുള്ള ഇംപ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദിസ് ജെൽ ഈസ് ഓൺ ഡ്രൈയിങ് ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ ഗിവ്സ് സോളിഡ് നാനോ പാർട്ടിക്കിൾസ്. ഈ ജെല്ലിനെ എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് കിട്ടുന്നു. എക്സാമ്പിൾ, aluminum oxide nanoparticles are obtained by hydrolysis of aluminum alkoxide by Sol-gel technique. ഇതിൻ്റെ എക്സാമ്പിൾ ഒരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം OR ട്രൈസ്, LOR ട്രൈസ് ആൽക്കോക്സൈഡ് ആണ്. അലുമിനിയം ആൽക്കോക്സൈഡ് പ്ലസ് 3H2O ഹൈഡ്രോളിസിസ് ഗിവ്സ് LOH ട്രൈസ് പ്ലസ് 3ROH. ഇതെന്താണ്? സോൾജൽ മെത്തേഡ് വഴി OH ട്രൈസിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ്. സോൾജൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ നാനോ പാർട്ടിക്കിൾസിനെ സോൾസിനെ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ അതിനെ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും pHഉം ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്തുകൊണ്ട് ജെല്ലാക്കി മാറ്റുന്നു. ആ ജെല്ലിനെ ഡ്രൈ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ്. അലുമിനിയത്തിൻ്റെ ആണെങ്കിൽ അലുമിനിയത്തിൻ്റെ നാനോ പാർട്ടിക്കിൾസ് കിട്ടുന്നു, ടൈറ്റാനിയം ആണെങ്കിൽ ടൈറ്റാനിയത്തിൻ്റെ കിട്ടുന്നു, ദെൻ സിലിക്ക ആണെങ്കിൽ സിലിക്കൻ്റെ കിട്ടുന്നു. ഓക്കെ, ദെൻ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ് അനദർ നെയ്മഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ്. ഇതൊക്കെ എന്താണ്? നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് ആണ്. Nanoparticles of gold and silver can be prepared by the reduction of their solution using reducing agents like sodium borohydride, ascorbic acid or glucose. മെയിനായിട്ട് കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സിൽവറിൻ്റെയോ ഗോൾഡിൻ്റെയോ നാനോ പാർട്ടിക്കിൾസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് സോഡിയം ബോറോഹൈഡ്രൈഡോ ആസ്കോർബിക് ആസിഡോ ഗ്ലൂക്കോസോ ഒക്കെ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ക്യാൻ ബി ഡൺ ഇൻ 2 ways: റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആൻഡ് ഇലക്ട്രോ റിഡക്ഷൻ പ്രോസസ്. ഒന്നുകിൽ റെഡ്യൂസിങ് ഏജൻറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സ് നടത്താം. അതല്ല എങ്കിൽ ബൈ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോ മീൻസ് ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് റിഡക്ഷൻ നടത്താം. റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഫസ്റ്റ് വൺ ആണ് റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻറ്റ്. സിൽവർ നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. 60 ml of 1 molar silver nitrate solution is taken in a beaker covered with a watch glass and heated in a hot plate.
60 ml സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ 1 മോളർ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് ഒരു ബീക്കറിൽ എടുക്കുന്നു, കവർ ചെയ്യുന്നു, ദെൻ ഹോട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഈ സൊല്യൂഷൻ ഈസ് ദെൻ സ്റ്റീർഡ് യൂസിങ് എ മാഗ്നറ്റിക് സ്റ്റിറർ. മാഗ്നറ്റിക് സ്റ്റിറർ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് 10 molar 6 ml of trisodium citrate is added drop wise. Then the beaker is then closed and kept for some time till the color of the solution changed to light golden color. ഈ കളേർഡ് ആയിട്ടുള്ള മീൻസ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഹീറ്റ് ചെയ്ത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെ എന്ത് ചെയ്യുന്നു, ഗോൾഡൻ കളർ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു കൂൾ. സോൾവെൻറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫ്രീസ് ഡ്രൈ. ഇതാണ് എന്ത് റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് സിൽവറിൻ്റെ നാനോ പാർട്ടിക്കിൾസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഈ സോൾജൽ മെത്തേഡും ഈ റെഡ്യൂസിങ് ഏജൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ്യൂസിങ് ഏജൻറ്റ് ചോദിച്ചാൽ സിൽവറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ഇവിടെ കാർബൺ നാനോ മെറ്റീരിയൽസ് യൂസ്ഡ് ഈസ് ട്രാൻസിസ്റ്റേഴ്സ് ഫോർ മിനിയേച്ചറൈസിങ് ഇലക്ട്രോണിക് ഡിവൈസസ്, then for making paper batteries, solar cells, semiconductors, gas sensors, detecting and diagnosing diseases, അതായത് മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നു. Then magnetic nanocomposites are used in mechanical force transfer for high density information storage and magnetic refrigeration. Then ഇതൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് പോകുന്നു, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ്. Then nanostructures, semiconductors are used as window layers in solar cells. Then nano cadmium telluride is used in it can be used for dyeing fabrics. Such nano colorants never fade. Dyes ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Then gas tight materials ആയിട്ട് dense parts and porous coatings, ഇതൊക്കെയാണ് ഇതിൻ്റെ നാനോ മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് കാർബൺ നാനോ ട്യൂബ്സ്, CNT എന്ന് പറയുന്ന കാർബൺ നാനോ ട്യൂബ്സ്. ഇതിനൊക്കെ മുമ്പ് വർഷങ്ങളിൽ നോബൽ പ്രൈസ് കിട്ടിയ മെറ്റീരിയൽസാണ്, ടോപ്പിക്സാണ്, അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാർബൺ നാനോ ട്യൂബ് ഇസ് എ സ്ട്രക്ചർ വിച്ച് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിംഗ് എ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടറിക്കൽ ട്യൂബ്. ഒരു സിലിണ്ടറിക്കൽ ട്യൂബാക്കി, അതായത് നാനോ ഗ്രാഫൈറ്റിൻ്റെ അത്രയും തിന്നായിട്ടുള്ള ഷീറ്റിനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ട്യൂബാക്കി മാറ്റിയ ആ ഒരു ട്യൂബിനെയാണ് എന്ത് പറയുന്നത്, കാർബൺ നാനോ ട്യൂബ്സ് ഓർ CNT എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർബൺ നാനോ ട്യൂബ്സിനെ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ്, SWCNT, സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ്, 1 ട്യൂബ് മാത്രമായിരിക്കും ഉണ്ടാവുക. ദെൻ മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ്, സെവറൽ കോൺസെൻട്രിക് ട്യൂബ്സ്. മൾട്ടി മീൻസ് എ ലോട്ട് ഓഫ് ഓർ നമ്പർ ഓഫ് എന്നുള്ള അർത്ഥം. അപ്പോൾ സിംഗിൾ വാൾഡ് SWCNTയും MWCNTയും. ഇവിടെ സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് ആണെങ്കിൽ ആർമേച്ചറായിട്ട് ചെയർ ഉണ്ട്, സിഗ്സാഗ് ഉണ്ട്, കൈറാളുണ്ട്. ദെൻ മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സിൽ റഷ്യൻ ഡോൾ പാർച്ച്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദെൻ മിക്സ്ഡ് ആയിട്ടുള്ള കാർബൺ നാനോ ട്യൂബ്സും. ഈ 3 മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ആപ്ലിക്കേഷൻസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ്. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ആർ യൂസ്ഡ് ഇൻ സോളാർ പാനൽസ്. ദെൻ മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് യൂസ്ഡ് ഇൻ lithium ion batteries. CNT used in various types of biomedical sensors. Then they act as molecular sized test tubes or capsules for drug delivery. Then CNT act as electrical conductors or semiconductors. Then they are used as a tips of analysis of DNA and proteins by atomic force microscopy. Okay, 3 are main applications of CNT. A lot of applications are there. I'm mentioning only some applications for 3 mark questions. Then carbon nanotubes, carbon quantum dots, CQD എന്നുള്ള ടോപ്പിക്കിൽ അറിയപ്പെടുന്നതാണെന്ത്, കാർബൺ ക്വാണ്ടം ഡോട്ട്സ്. Carbon quantum dots are zero-dimensional small carbon particles. It consists of ultra-fine distributed quasi-spherical carbon nanoparticles with a size less than 10 nanometer.
Then CQDs are found to be more superior than traditional semiconductor quantum dots due to its lower molecular weight, reduced toxicity, ease of surface functionalization, cost effectiveness, exceptional fluorescence stability, tunable emission wavelength, strong biocompatibility, etc. ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് ഈ കാർബൺ നാനോ ട്യൂബ്സ്, കാർബൺ ക്വാണ്ടം ഡോട്ട്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, റെഡ്യൂസ്ഡ് ടോക്സിസിറ്റി ആണ്, ഈസ് ഓഫ് സർഫസ് ഫങ്ഷണലൈസേഷൻ ആണ്, ദെൻ ലോവർ മോളിക്കുലർ വെയിറ്റ് പറഞ്ഞു. അതേപോലെ സൈസ്, നാനോ പാർട്ടിക്കിൾസ് ആയത് കാരണം തന്നെ സൈസാണ്. അപ്പോൾ ഇത്രയും ചെറിയ തരത്തിൽ നമുക്ക് അതിനെ ആ ഒരു ഷേപ്പിലും സൈസിലൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ഡിവൈസസിലും യൂസ് ചെയ്യാം. ദെൻ ഇവിടെ 2 ടൈപ്സ് സിന്തസിസ് പറയുന്നുണ്ട്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് സിന്തസിസ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ ലാർജ് കാർബൺ സ്ട്രക്ചേഴ്സ് ഇൻറ്റു സ്മോൾ CQDs. ടോപ്പ് ഡൗൺ, ടോപ്പ് മീൻസ് ഹൈയിൽ നിന്നും ഡൗണിലേക്കുള്ള ചെറിയ ചെറിയ പൊടിച്ചിട്ട് CQD ഉണ്ടാക്കുന്നതാണ് എന്ത് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ദെൻ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ബിൽഡിംഗ് CQDs ഫ്രം സ്മാൾ കാർബൺ മോളിക്യൂൾസ് ത്രൂ പ്രോസസ്സസ് ലൈക്ക് ഹൈഡ്രോതെർമൽ സിന്തസിസ്. ബോട്ടം എന്ന് പറഞ്ഞാൽ ചെറിയതിൽ നിന്നും ഹൈഡ്രോതെർമൽ പ്രോസസ് സിന്തസിസ് വഴി എന്ത് ചെയ്യുന്നു, ഈ സിന്തസിസ് ആൻഡ് പൈറോളിസിസ് ഒക്കെ വെച്ചിട്ട് വിച്ച് അലോസ് കൺട്രോൾ ഓവർ ദെയർ സൈസ് ആൻഡ് ഷേപ്പ്. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള സൈസിലും ഷേപ്പിലും ഉണ്ടാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇത് ബോട്ടം അപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 ടൈപ്സ് ആണ്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് പ്രോസസ്സ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളാം, അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കൊള്ളാം. ഓക്കെ. ദെൻ ഗ്രാഫീൻ നമുക്കറിയാം, കാർബണിൻ്റെ ഒരു അലോട്ടോപ്പാണ് എന്ത് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഇവിടെ ആഡ് ചെയ്തോളാം, ജസ്റ്റ് ഒന്നുമില്ല. അതായത് ഹെക്സഗണൽ റിങ്സ് ഇല്ലേ, 6 സൈഡ്സുള്ള ഹെക്സഗണൽ റിങ്സിന് കുറച്ച് ഒരു 10-15 ഹെക്സഗണൽ റിങ്സിന് അടുത്തടുത്ത് ഇങ്ങനെ വരച്ച് പേപ്പറിൽ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് എന്ത് ഗ്രാഫീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മോണോലെയർ, അതേപോലെ graphene is defined as a 2-dimensional monolayer of carbon atoms which is the basic building blocks of graphite materials. ഫുള്ളറിൻ്റെയും നാനോ ട്യൂബിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയൊക്കെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് എന്ത് ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫീനിൽ നിന്നാണ് ഗ്രാഫൈറ്റ് ആണെങ്കിലും ഫുള്ളറിൻ ആണെങ്കിലും കാർബൺ നാനോ ട്യൂബ് ആണെങ്കിലും കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ആണെങ്കിലും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ, ഈ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്, ഈ ഗ്രാഫീനാണ്. ഗ്രാഫീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹെക്സഗണൽ റിങ്സിനെ നിങ്ങളൊരു 5-10 ജസ്റ്റ് തൊട്ടുകൊണ്ട് ഇങ്ങനെ വരച്ച് വെക്കുക. അതാണ് എന്ത് ഗ്രാഫീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പോളിമേഴ്സ്. പോളിമേഴ്സ് നിങ്ങൾ പഠിച്ച ടോപ്പിക്കാണ് അല്ലേ. Polymers are molecules with large molecular masses obtained by the covalent linkage of several small repeating chemical units called monomers. Lot of monomers യൂസ് ചെയ്തുകൊണ്ട് ലാർജ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോവാലൻ്റ് ലിങ്കേജിൽ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന ആ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഹോമോപോളിമേഴ്സ് ഉണ്ട്, കോപോളിമേഴ്സ് ഉണ്ട്. ഹോമോപോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ മോണോമേഴ്സ് സെയിം ടൈപ്പ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആർ നോൺ ആസ് ഹോമോപോളിമേഴ്സ്. മോണോമേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണെങ്കിൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഒരു പോളിമർ ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആർ നോൺ ആസ് കോപോളിമേഴ്സ്. എക്സാമ്പിൾ ABS, അക്രിലോ നൈട്രൈഡ് ബ്യൂട്ടാഡൈൻ സ്റ്റയറിംഗ് റബ്ബർ എന്നോ BS ബ്യൂട്ടാഡൈൻ സ്റ്റയറിംഗ് റബ്ബർ എന്നൊക്കെ പറയാം. ദെൻ ഹോമോപോളിമേഴ്സ് ആണെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോളിത്തീൻ എന്നൊക്കെ പറഞ്ഞാൽ പോളിയെത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ് ഒക്കെ എന്താണ്, ഹോമോപോളിമേഴ്സ് ആണ്. ദെൻ മെയിനായിട്ട് നിങ്ങളുടെ സിലബസിൽ പറയുന്നതാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സും അതേപോലെ ഫയർ റിട്ടാർഡൻ്റ് പോളിമേഴ്സും. അതാണ് മെയിനായിട്ട് പറയുന്നത്. കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്താണെന്ന് നോക്കാം. കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റഡ്, കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള പോളിമേഴ്സിനെയാണ് എന്ത് പറയുന്നത്, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും ഡെഫിനിഷനും ജസ്റ്റ് നോക്കി പോയേക്കണേ എക്സാമിന്. അതായത് പോളിമേഴ്സ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. എക്സാമ്പിളായിട്ട് പോളി അസെറ്റിലിൻ, പോളി അനിലിൻ, പോളി പൈറോൾ.
ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് പറയുന്ന എക്സാമ്പിൾസ്. 3 എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചിരുന്നോളാം. പോളി അനിലിൻ ഓർ പാനി എന്ന് പറയും, പോളിപൈറോൾ PPY എന്നൊക്കെ പറയുന്ന, ദെൻ പോളി അസറ്റിലിൻ. ദെൻ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആൻഡ് എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. ഇവിടെ ഇൻട്രിൻസിക്കലി എന്നുള്ള പേര് കേട്ടാൽ തന്നെ അറിയാം, ആ പോളിമറിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള എന്തോ സംതിങ് ഉണ്ട്. അതേപോലെ എക്സ്ട്രിൻസിക്കലി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ അത് എക്സ്റ്റേണലി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഒന്നുകിൽ എൻഹാൻസ് ചെയ്യുന്നു, ഓൾറെഡി ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ എൻഹാൻസ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണലി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന പോളിമേഴ്സിനെയാണ് എന്ത് പറയുന്നത്, എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഹാവിംഗ് കോൺജുഗേറ്റഡ് pi electrons. Then ഇവിടെ ഫസ്റ്റ് വൺ, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഹാവിംഗ് കോൺജുഗേറ്റഡ് pi electrons. കോൺജുഗേറ്റഡ് ആയിട്ടുള്ള pi electrons ഉണ്ടെങ്കിൽ അതെന്താണ്, ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ആൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് കോൺജുഗേറ്റഡ് pi electron ബോണ്ട്സ് കോൺജുഗേറ്റഡ് pi electrons എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിന് എന്താണ്, ആ ഒരു ഓൾട്ടർനേഷൻ ഓർ കോൺജുഗേഷൻ ഉള്ളത് കാരണം ആ ഇലക്ട്രോണിനെ ഫ്രം വൺ സൈഡ് ടു അതിനകത്ത് സൈഡിലേക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് പോസിബിളാണ്. അങ്ങനെ അവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡ് പോസിബിൾ ആവുന്നു. ആ ബാൻഡ് പോസിബിൾ ആവുന്നത് കാരണം ആ പോളിമർ എന്ത് ചെയ്യുന്നു, കറണ്ട് കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് എന്ത്, കണ്ടക്റ്റീവ് പോളിമേഴ്സ് ഹാവിംഗ് കോൺജുഗേറ്റഡ് pi electrons എന്ന് പറയുന്നത്. ദെൻ ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, ഒന്നുകിൽ ഡോപ്പ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ കോൺജുഗേഷനുള്ള കോമ്പൗണ്ടിലേക്ക് ഒന്നുകിൽ പ്ലസ്സോ മൈനസോ ചാർജസ് ഡോപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കോൺജുഗേറ്റഡ് pi electron കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പോളി അനിലിൻ, പാനി എന്നുള്ളതൊക്കെ നമുക്ക് സ്ട്രക്ചറൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. ഈ എൻ്റയർ ബാക്ക് ബോണിൽ കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ ആ കോൺജുഗേഷൻ എന്ത് ചെയ്യുന്നു, ആ pi electrons കോൺജുഗേറ്റഡ് ആയിട്ടുള്ള pi electrons അവിടെ ഒരു ബാൻഡ് ഫോം ചെയ്യുന്നു. ആ ബാൻഡിൽ കൂടെ ഇലക്ട്രിസിറ്റി ഇലക്ട്രോൺസിനെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഓർ കണ്ടക്റ്റിംഗ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ദെൻ ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് പറഞ്ഞു, PE ഡോപ്പിംഗ് ഓർ N ഡോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു. ദെൻ പോളറോൺ മൂവ്മെൻറ്റും പോളറാൻ മൂവ്മെൻറ്റും ഒക്കെ ഉണ്ട്. P ഡോപ്പിങ്ങിലാണ് പോളറോൺ മൂവ്മെൻറ്റ്, അതേപോലെ പോളറാൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ N ഡോപ്പിങ്ങിലാണ്. ഇവിടെ N ഡോപ്പിംഗ് എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ കണ്ടക്റ്റിംഗ് occurs due to the presence of externally added ingredients to them. These are of two types. കണ്ടക്റ്റിംഗ് എലമെൻ്റ് ഫിൽഡ് പോളിമേഴ്സ്, ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ പോളിമേഴ്സിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യുന്നതിനാണ് എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിൽ എക്സ്ട്രിൻസിക്കലി തന്നെയുള്ള അടുത്ത ടൈപ്പാണ് ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു കൺവെൻഷനലി ആയിട്ടുള്ള പോളിമറിൻ്റെ കൂടെ ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫിസിക്കലും കെമിക്കലും മെക്കാനിക്കലായിട്ട് പ്രോപ്പർട്ടിയൊക്കെ എന്ത് ചെയ്യുന്നു, ബെറ്റർ ആയിട്ട് മാറ്റുന്നതാണ് എന്ത്, ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, ഈ പോളിമേഴ്സൊക്കെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലോട്ട് ഓഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സിൽ, ഫോട്ടോവോൾട്ടായിക് ഡിവൈസസ്, സോളാർ സെൽസിൽ, അയോൺ എക്സ്ചേഞ്ചേഴ്സിൽ, റീചാർജബിൾ ബാറ്ററീസിൽ, ഇങ്ങനെ TV, മൊബൈൽ ഫോൺ, ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെക്കൻഡ് മൊഡ്യൂൾ. ബ്രീഫ് ഔട്ട് ദി ബേസിക് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഓർഗാനിക് LED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതാണ് ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഓർഗാനിക് LED എന്നുള്ള ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് പഠിക്കാതെ ആരും പോകരുത്. ഓർഗാനിക് LED എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ വരയ്ക്കുക, സീൽ മുകളിൽ സീൽ, താഴെ സബ്സ്ട്രേറ്റ്, ദെൻ റെഡ് കളറിൽ കാഥോഡ്, അത് ഏറ്റവും താഴെ ആനോഡ്, സബ്സ്ട്രേറ്റ് എടുത്ത് ആനോഡ്, ദെൻ കാഥോഡിൻ്റെ അടുത്ത് എമിസീവ് ലെയർ, ദെൻ സെൻട്രൽ പോർഷനായിട്ട് കണ്ടക്റ്റീവ് ലെയർ. ഇങ്ങനെ 1 2 3 4 ലെയേഴ്സാണ് മെയിനായിട്ടുള്ളത്. അത് വരച്ച് ലേബൽ ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ദെൻ
ഇവിടെ ആനോഡ് ഉണ്ട്. ആനോഡ് എക്സാമ്പിളായിട്ട് ഇൻഡിയം ടൈറ്റാനിയം ഓക്സൈഡാണ് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് ആനോഡിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ആഡ്സ് ഹോൾസിന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ്. ഓർ റിമൂവ്സ് ഇലക്ട്രോൺസ് പിന്നെ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഡിവൈസ്. ഈ നമ്മളെ ഓർഗാനിക് LED പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ആനോഡ് എന്താ ചെയ്യുന്നത്? ആനോഡിൻ്റെ ഫങ്ഷനാണ് ഹോൾസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പോസിറ്റീവ് ചാർജിനെ ഈ ഡിവൈസിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് എന്ത് ആനോഡിൻ്റെ ആക്ഷൻസ്. ദെൻ കാഥോഡിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇഞ്ചക്ട്സ് ഇലക്ട്രോൺ വെൻ കറണ്ട് ഫ്ലോസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ അലൂമിനിയം കോപ്പറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ലെയർ ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് വിച്ച് ട്രാൻസ്പോർട്ട് ഹോൾസ് ഫ്രം ആനോഡ്. അടുത്ത ലെയറാണ് ലെയർ ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് വിച്ച് ട്രാൻസ്പോർട്ട് ഹോൾസ് ഫ്രം ആനോഡ്. കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ഒരു ലെയർ ഉണ്ട് ആനോഡിൻ്റെ അടുത്ത്. ഈ ലെയർ എന്താ ചെയ്യുന്നത്? ആനോഡിൽ നിന്നുള്ള ഹോൾസിനെ ഇതിലേക്ക് എമിസീവ് ലെയറിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ്. ഇതിൻ്റെ ദിസ് ലെയർ ഈസ് ആൾസോ നോൺ ആസ് ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ ഓർ HTL. എക്സാമ്പിൾ പോളി അനിലിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എമിസീവ് ലെയറുണ്ട്. എമിസീവ് ലെയറിൻ്റെ ആക്ഷൻ എന്താ? ഇലക്ട്രോലുമിനസെൻ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഇറ്റ് ട്രാൻസ്പോർട്ട് ഇലക്ട്രോൺസ് ഫ്രം കാഥോഡ്. ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ നിന്നും ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എമിസീവ് ലെയറാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനെ എമിസീവ് ലെയർ ഈസ് ഓൾസോ നോൺ ആസ് ETL ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ എന്നും പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ വർക്കിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കേണ്ടത്. വെൻ എ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് cathode receives electrons from power source and anode loses electrons. The added electrons making the emissive layer negatively charged and the conductive layer becomes positively charged. When holes meet an electron, the charge cancels out, releases a brief burst of energy in the form of quantum of light or photon. This process is called a recombination. As long as current flows, organic LED produces continuous light because recombination process occur many times in a second. ദാറ്റ് മീൻസ് ഈ ഒരു ഡിവൈസ് ഈ ഒരു ക്രോസ് സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. എന്നിട്ട് അത് വരച്ചിട്ട് വർക്കിംഗ് പറയാം. ഫസ്റ്റിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ഓർഗാനിക് ഡയോഡിനെ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആനോഡിലേക്ക് ഹോൾസ് വരുന്നു. ഈ ഹോൾസും അതേപോലെ കാഥോഡിൽ ഉള്ള ഇലക്ട്രോൺസും രണ്ടും കാഥോഡിൽ നിന്ന് എമിസീവ് ലെയറിലേക്കും ട്രാൻസ്പോർട്ട് നടക്കുന്നു. ആനോഡിൽ നിന്ന് കണ്ടക്റ്റീവ് ലെയറിലേക്കും ട്രാൻസ്പോർട്ട് നടക്കുന്നു. ഇങ്ങനെ ഈ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഹോളും ഒരു ഇലക്ട്രോണും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ട് മീറ്റ് ചെയ്യും. ഈ മീറ്റിങ്ങിന് പറഞ്ഞ പേരാണ് പ്രോസസ് ഈസ് കോൾഡ് റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ആസ് ലോങ് ആസ് വെൻ ഹോൾസ് മീറ്റ്സ് ആൻ ഇലക്ട്രോൺ, എപ്പോഴാണോ ഒരു ഹോള് ഒരു ഇലക്ട്രോണായിട്ട് മീറ്റ് ചെയ്യുന്നത്, ദ ചാർജസ് ക്യാൻസൽ ഔട്ട്, റിലീസസ് എ ബ്രീഫ് ബേസ്റ്റ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, ക്വാണ്ടം ഓഫ് ലൈറ്റ് ഓർ ഫോട്ടോൺ. ഒരു ഇലക്ട്രോണും ഒരു ഹോളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അവിടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഒരു ബ്രീഫ് ബേസ്റ്റ് നടക്കുന്നു. ഒരു എനർജിയുടെ ഒരു ലൈറ്റിൻ്റെ ബേസ്റ്റ് നടക്കുന്നു. ഈ പ്രോസസ്സിന് റീകോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ സെക്കൻഡിലും 1000 ടൈംസ് ഓർ സെവറൽ ടൈംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മെയിൻ വർക്കിങ്ങും പ്രിൻസിപ്പിളൊക്കെ ഇതിൻ്റെ ഓർഗാനിക് LEDയുടെ പ്രിൻസിപ്പിളും വർക്കിങ്ങും ഒക്കെ പറയുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഓർഗാനിക് LED. പവർ കൺസംഷൻ വെരി ലെസ് ആണ്. സ്മോൾ, തിൻ, ലൈറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ജനറേറ്റ് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈറ്റ്. വെർസറ്റൈൽ ആൻഡ് അവൈലബിൾ ഇൻ മെനി കളേഴ്സ്. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് ആർ ദ ഓർഗാനിക് LED ഓവർ അതർ ഡയോഡിനുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഇതും പഠിച്ചു പോയിക്കൊള്ളുക. ദെൻ applications, a lot of applications are there. I mention only 1 or 2, 3 applications used for making
smartwatches, mobile phones, laptops and TVs. High light output of organic LED favors the readability in sunlight. Uses in cars, radios and digital cameras. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.